ഇടുക്കി മൂന്നാർ ടൗണിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത്. നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാക്കാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി ആവർത്തിക്കപ്പെടാൻ കാരണം. വർഷങ്ങൾ പലതു പിന്നിട്ടിട്ടും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമില്ല. ടൗണിൽ കുരുക്കുമുറുകുകയും കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു. സീസൺ ആരംഭിച്ച് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത്. വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ പോന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നടപ്പിലാകുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാകാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും ആവർത്തിക്കപ്പെടാൻ കാരണമെന്ന ആക്ഷേപമുയരുന്നു. மூணார் மேഖலையை பொறுத்தளவில் கெஸ்ட்டு வந்தால் மட்டும்தான் இங்கே தொழில் பிஸ்னஸ் இருக்குது. ஆகவே இந்த டிராஃபிக் இந்த அடிസ്ഥാനத்தில் எல்லா டிராஃபிக் போலீஸ்களை கூட்டி இந்த வரக்கூடிய கெஸ்ட்டுகளுக்கு இங்கே நமக்குள்ள பார்க்கிங் வசதிகள் வந்து ரொம்ப சீரப்பரவாக இருக்குது. 90% அதை எங்கேயாவது சம்விதான பார்க்கிங்குள்ள வசதிகளை செய்து கொடுக்குமாறு வேண்டியது டிரைவர் சார்பாக. കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം പിന്തുടരുകയും പിന്നെയെല്ലാം പഴയപടിയാവുകയും ചെയ്യുന്നതായാണ് ആരോപണം. വരാൻ പോകുന്നത് ശൈത്യകാലവും മധ്യവേനലവധിക്കാലവുമാണ്. മൂന്നാറിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന സമയം തീരുമാനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കിയില്ലെങ്കിൽ മൂന്നാർ ടൗണും പരിസരവും ഗതാഗതക്കുരുക്ക് മുറുകി വീർപ്പുമുട്ടുകയും വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയാവുകയും ചെയ്യും. ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.